സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണെന്ന് ഹൈക്കോടതി. അനാവശ്യമായി വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെയല്ല എന്ന് കരുതാനാകില്ല. സഹപ്രവർത്തകയെ അപമാനിച്ചുവെന്ന കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന KSEB ഉദ്യോഗസ്ഥന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നതിനിടയിലാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിധിയുടെ വിശദാംശങ്ങൾ കൂടി. എന്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? സ്മൃതി, 2017 മാർച്ച് മാസം 31 കേസിനാസ്പദമായ സംഭവം. ഈ പരാതിക്കാരി എന്നത് KSEB ഉദ്യോഗസ്ഥയാണ്. ഇത് സഹപ്രവർത്തകൻ അപമാനിച്ചുവെന്നായിരുന്നു ഈ യുവതിയുടെ പരാതി. ഈ കേസ് രജിസ്റ്റർ ചെയ്തതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് അനുസരിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നടക്കമുള്ള കേസായിരുന്നു ഈ ഇദ്ദേഹത്തിനെതിരെ KSEB ഉദ്യോഗസ്ഥനായ പുത്തൻവേലിക്കര സ്വദേശി R. രാമചന്ദ്രനെതിരെ ചുമത്തിയിരുന്നത്. ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് R. രാമചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ തിരിച്ചടിയായിരുന്നു ഫലം. ഇദ്ദേഹത്തിൻ്റെ കേസ് റദ്ദാക്കാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതിലാണ് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി നടത്തുകയും ചെയ്യുന്നത്. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഒപ്പം അനാവശ്യമായി വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെ അല്ല എന്ന് കരുതാനാകില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നായിരുന്നു സർക്കാർ പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചത്. ഈ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റം നിലനിൽക്കുമെന്ന് കൂടി ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തത്. ശരീരഘടനയെ പുകഴ്ത്തി, ഒപ്പം പ്രതി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചു, പൊതുമധ്യത്തിൽ അധിക്ഷേപിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു ഈ സഹപ്രവർത്തകയായ പരാതിക്കാരി പോലീസിന് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് KSEB ഉദ്യോഗസ്ഥനായ പുത്തൻവേലിക്കര സ്വദേശി R. രാമചന്ദ്രനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിൻ്റെ എഫ്ഐആർ റദ്ദാക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.